ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം സ്ഥാപിച്ച ആദ്യത്തെ സംവിധാനം കുടുംബമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ലോകത്തിലെ ആദ്യത്തെ കുടുംബത്തിൻ്റെ ചിത്രം നമ്മൾ കാണുകയാണ്. ആദ്യ കുടുംബത്തിൻ്റെ ചിത്രം, ഏദൻ തോട്ടത്തിലെ കുടുംബം. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ മനോഹരമായ കുടുംബങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രിത്വം എന്ന കുടുംബം, ഏദനിൽ ആദവും ഹവ്വായും കായേനും ആബേലും ഉൾപ്പെടുന്ന ഏദനിലെ കുടുംബം. ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്നും ഒരു മനുഷ്യൻ മാറുമ്പോൾ, പിശാചിൻ്റെ ആലോചനകൾക്കും തന്ത്രങ്ങൾക്കും ഒരു മനുഷ്യൻ വിധേയനാകുമ്പോൾ അവൻ എങ്ങനെ തളരുമെന്ന് പഠിപ്പിക്കുന്ന ഏദനിലെ കുടുംബം. അങ്ങനെ വരുന്ന തകർച്ചയ്ക്ക് എങ്ങനെ സ്വയം സമർപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കാൻ പറ്റും എന്ന് പഠിപ്പിക്കുന്ന നസസിലെ തിരുകുടുംബം. തിരുസഭയെന്ന് പറയുന്ന ഒരു വലിയ കുടുംബം. സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന പുണ്യാത്മാക്കളുടെ കുടുംബം. എത്രയോ കുടുംബങ്ങളാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ ധ്യാനിക്കുക. ലോകത്തിലെ നിലനിൽപ്പ് കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വെളിച്ചത്തിലാണ്. കുടുംബം തകർന്നാൽ ലോകം തകരും. കുടുംബം വളർന്നാൽ ലോകവും വളരും. നമ്മുടെ കുടുംബം എങ്ങനെയുള്ള കുടുംബമെന്ന് ഒരു സ്വയപരിശോധനയ്ക്കാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ ഒന്ന് ശ്രമിക്കുക. 5 കൂട്ടം കുടുംബങ്ങൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ 5 സ്റ്റെപ്പുകൾ, 5 ശൈലികൾ, 5 രീതിയിലുള്ള കുടുംബ ബന്ധങ്ങളെ നമുക്ക് കാണാം. അതിൽ ഏതിൽപ്പെടും നമ്മുടെ കുടുംബമെന്ന് ഈ വചന നിമിഷങ്ങളിൽ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്, ഒന്ന് സ്വയം വിലയിരുത്തുകയാണ്. എല്ലാ കുടുംബങ്ങളുടെയും കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കാലഘട്ടത്തെ വിളിക്കുന്നത് നാട്ടുവർത്തമാനത്തിൻ്റെ കുടുംബം എന്നാണ്. നാട്ടുവർത്തമാനത്തിൻ്റെ കുടുംബം. നവദമ്പതികൾക്ക് പറയാനുള്ളത് നാട്ടുവർത്താനം മാത്രമാണ്. ഭാര്യ സ്വന്തക്കാരെ മുഴുവൻ പറഞ്ഞ് കെട്ടിയവന് പരിചയപ്പെടുത്തും. ഭർത്താവ് സ്വന്തക്കാരെയൊക്കെ പറഞ്ഞ് ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തും. കൂട്ടുകാരെക്കുറിച്ച് പറയും, കൂട്ടുകാരികളെക്കുറിച്ച് പറയും. നാട്ടുവർത്തമാനം. ചിലപ്പം എന്നാ പറയണമെന്ന് അറിയത്തില്ല. എന്തൊക്കെ പറഞ്ഞാൽ കെട്ടിയവന് ഇഷ്ടപ്പെടും. പെട്ടെന്നായിരിക്കും മട്ടുമാറുക, പെട്ടെന്നായിരിക്കും ചൂടാവുക. ഏത് രീതിയിൽ പറഞ്ഞാൽ സ്വീകരിക്കുമെന്ന് അറിയത്തില്ലല്ലോ. എങ്ങനെ പറഞ്ഞാൽ സംഭവിക്കും, മനസ്സിലാക്കാൻ സമയമെടുക്കും. ഒരു ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാര്യ ആരാണ്? അവൾ എൻ്റെ സൂര്യനാണ്. അതെന്താ? സൂര്യൻ എല്ലാം വേവാൻ സഹായിക്കുന്നു, പ്രകാശം തരുന്നു, ചൂട് തരുന്നു. ഇതുപോലെ എൻ്റെ ഭാര്യ വീടിൻ്റെ പ്രകാശമാണ്, എല്ലാം വേവിക്കാനായിട്ട് അവളാണ് സഹായിക്കുന്നത്. പിന്നെ സൂര്യന് ചൂട് പകലേ ഉള്ളെങ്കിലും ഇപ്പോൾ ഉറങ്ങാത്ത സമയം മുഴുവൻ എൻ്റെ അച്ഛ ഭയങ്കര ചൂടാണ്. ഭാര്യ സൂര്യനാണ്. ഭാര്യയോട് ചോദിച്ചു, ഭർത്താവ് ആരാ? അവൾ പറഞ്ഞു, എൻ്റെ കെട്ടിയവൻ എനിക്ക് ചന്ദ്രേട്ടൻ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. അതെന്താ? കെട്ടിയവൻ ചന്ദ്രനെ പോലെ രാത്രിയിൽ ഏതോ യാമത്തിൽ ഇളിച്ചുകൊണ്ട് കയറി വരും. പിന്നെ ഏത് ഷേപ്പാന്ന് പറയാൻ പറ്റിയല്ല. ചിലപ്പം പ്ലേറ്റ് പോലെ, ചിലപ്പം തേങ്ങാപ്പൂൾ പോലെ, ചിലപ്പം വെട്ടുകത്തി പോലെ, പല ഷേപ്പില്ല ചന്ദ്രൻ. അതുപോലെ ചിലപ്പം ക്ഷിപ്രകോപം, ചിലപ്പം ഭയങ്കര സ്നേഹം, ചിലപ്പോൾ ഒന്നും മിണ്ടാതിരിക്കും. എല്ലാം ഉണ്ട്. അതുകൊണ്ട് നാട്ടുവർത്തമാനത്തിൽ ആരംഭിക്കുന്ന കുടുംബം. കാര്യമായത് വല്ലതും പറഞ്ഞാൽ ഭർത്താവ് ചൂടാകുമെന്ന് ഭാര്യയ്ക്ക് അറിയത്തില്ല, ഭാര്യ പൊട്ടിത്തെറിക്കുമെന്ന് ഭർത്താവിനും അറിയത്തില്ല. അതുകൊണ്ട് നാട്ടുവർത്തമാനത്തിൻ്റെ കുടുംബം. ചില കുടുംബങ്ങളിലെ സംസാര വിഷയം കാലാവസ്ഥയാണ്. കാലാവസ്ഥ, എന്നാ ചൂടാ, ഒരു മഴ പെയ്യുമെന്നാണ് തോന്നുന്നു. ഒരു മഴക്കാരിങ്ങനെ വടക്കുന്ന് വരുന്നുണ്ട്, തെക്ക് പോയി പെയ്യാൻ നല്ല സാധ്യതയുണ്ട്. കാലാവസ്ഥ സൃഷ്ടിച്ച ദൈവത്തിന് 1000 നന്ദി. അല്ലെങ്കിൽ പല ദമ്പതിമാരും വിഷയദാരിദ്ര്യം കൊണ്ട് പണ്ടേ മരിച്ചു പോയതിനെയും. ചില കുടുംബത്തിലെ സംസാര വിഷയം രാഷ്ട്രീയം, പൊതുകാര്യം, ബിസിനസ്, ഇങ്ങനെ പല പല ഐറ്റങ്ങളുമാണ്. ചിലവർ എൻ്റെ അച്ഛ ഒന്നും പറയാനില്ല, എന്നാ പറയാനായിട്ടാണ്. എല്ലാ ദിവസവും അച്ഛാ കാണുന്നവർ തമ്മിൽ എന്നാ പറയാൻ? വിഷയമില്ലെന്നാണോ കരുതുക? മിടുക്കി ഭാര്യയാണോ വിഷയം ഉണ്ടാക്കണം? ഭർത്താവിന് രാഷ്ട്രീയം ഇഷ്ടമാണെങ്കിൽ
രാഷ്ട്രീയ കാര്യങ്ങൾ ഭർത്താവിനോട് പറയണം. രാഷ്ട്രീയ കാര്യങ്ങൾ ഭർത്താവിനോട് പറയണം. ഭാര്യയോട് ചോദിക്കണോടി, സ്വർണ്ണവല ഇങ്ങനെ കൂടിയും കുറഞ്ഞ് നിൽക്കുവാണെങ്കിൽ ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് ഞാൻ മേടിക്കട്ടെ? പിന്നെ സംസാരം തീരുമോ? വെട്ടം വീഴുന്നത് വരെ സംസാരമായിരിക്കുകയല്ലേ? അപ്പോൾ ഒന്ന്, നാട്ടുവർത്തമാനത്തിൻ്റെ കുടുംബം. കുടുംബത്തിൽ അതെങ്കിലും വേണം. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ രണ്ടുപേരും സക്കറിയായ പോലെ നിത്യമവനും കുത്തിയിരിപ്പ് നടത്തരുത്. ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും വന്നാലും വർത്തമാനം പറഞ്ഞോണം. മനസ്സിലാക്കാൻ സമയമെടുക്കും. ഒന്നാമത്തെ സ്റ്റേജ് നാട്ടുവർത്തമാനത്തിൻ്റെ കുടുംബം. പൊതുകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദാമ്പത്യത്തിൻ്റെ ചുവടുകൾ പച്ചപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അല്പം വളരണം. അവിടെ രണ്ടാമത്തെ സ്റ്റേജ് അഭിപ്രായം പറയുന്ന കുടുംബം. അതിലേക്ക് എത്തണം. അഭിപ്രായം പറയുന്ന കുടുംബം. ഭാര്യയോട് അവളെക്കുറിച്ചുള്ള ഭർത്താവിൻ്റെ അഭിപ്രായം പറയാൻ ഒരു 6 മാസം കഴിയുമ്പോൾ ഭർത്താവിന് സാധിക്കണം. ഭർത്താവിനെക്കുറിച്ച് ഭാര്യയുടെ അഭിപ്രായം പറയാൻ 6 മാസങ്ങൾ കഴിയുമ്പോൾ അവൾക്കും സാധിക്കണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ചില കാര്യം പറഞ്ഞു തുടങ്ങണം. ഇല്ലെങ്കിൽ ഒരിക്കലും ദാമ്പത്യത്തിൽ വളരുകയില്ല. ഭർത്താവിനോട് പറയണം, ദേ കുളിച്ചിട്ട് തല തോർത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല, വെള്ളം കെട്ടിക്കിടക്കുന്നു, കപ്പ ഊറ്റിയ വെള്ളത്തിൻ്റെ മണം പോലെ മുടിക്കകത്ത് കേട്ടോ, ഇങ്ങനെ മുടി ശ്രദ്ധിച്ചൊന്ന് തോർത്തിയാക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ചവയ്ക്കുന്ന കണ്ടാൽ പശു വൈക്കോല് തിന്നുന്ന പോലെ വാ അടച്ചു പിടിച്ച് ചവയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പം സമൂഹത്തിൽ നാണക്കേടാ. മിനിമം അഭിപ്രായമെങ്കിലും ഭാര്യ ഒറ്റയ്ക്ക് ഭർത്താവിനോട് വരണം. ആരും കേൾക്കെ പറഞ്ഞേക്കൽ പോലെ ഭാര്യയെക്കുറിച്ച് ഭർത്താവ് പറയണം, എടി നീ സാരി ഉടുക്കുന്ന രീതി ഏതാണ്ട് കച്ചിത്തുറുവിന് തുണി ഉറ്റിയ പോലെ അതുപോലെ ഷേപ്പിൽ നീ ഉടുക്കാൻ പഠിക്കണം. മോളെ നടക്കുമ്പോൾ നിൻ്റെ ഈ ഇളക്കം അതുപോലെ മയത്തിൽ നടക്കണം. ഒരു പെണ്ണുങ്ങളുടെ സ്ത്രൈണഭാവത്തിൽ നടക്കാൻ നീ പഠിക്കണം. മുടി ഈരുന്ന രീതി, മുടി കെട്ടുന്ന രീതി, വേഷവിധാനം പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. ഈ സ്വാതന്ത്ര്യം ഭാര്യ ഭർത്താവിന് കൊടുക്കണം, ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കണം. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. ചില കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാലും അഭിപ്രായം പറയാൻ മടിയാണ്. ചില പെണ്ണുങ്ങൾ പറയും, എൻ്റെ അച്ഛ കെട്ടിയവനെ പേടിയാ, ഈ കാര്യം അച്ഛന് അയാളോടൊന്ന് പറയാവോ, ഞാൻ പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചേക്കും. ചില ആണുങ്ങൾ പറയും, അച്ഛ ഈ കാര്യം എൻ്റെ ഭാര്യയോട് പറയാവോ, ഞാൻ പറഞ്ഞാൽ അവൾ ചൂടായേക്കും. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. അത് ഭാര്യ ഭർത്താവിന് അനുവദിച്ചു കൊടുക്കണം, ഭർത്താവ് ഭാര്യയ്ക്കും അനുവദിച്ചു കൊടുക്കണം. അത് രണ്ടാമത്തെ സ്റ്റേജ്. 1 നാട്ടുവർത്തമാനത്തിൻ്റെ കുടുംബം, 2 അഭിപ്രായം പറയുന്ന കുടുംബം. കുടുംബത്തിന് മൂന്നാമത് ഒരു സ്റ്റേജുണ്ട്. അതിലേക്ക് ദമ്പതിമാർ വളരാൻ പഠിക്കണം. ആ മൂന്നാമത്തെ സ്റ്റേജാണ് സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന കുടുംബം. സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന കുടുംബം. എന്ത് പ്രയാസമുണ്ടെങ്കിലും ഒരു കുഞ്ഞു പെങ്ങൾ വന്ന് മൂത്ത ആങ്ങളയോട് പറയുന്ന പോലെ ഭാര്യ ഭർത്താവിനോട് പറയണം. എത്ര വലിയ വേദനയുണ്ടെങ്കിലും ഒരു മൂത്ത ആങ്ങള ഇളയ പെങ്ങളോട് പറയുന്ന പോലെ ഭർത്താവ് ഭാര്യയോട് പറയണം. സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന കുടുംബം. വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഭർത്താവിന് ജോലി സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം അറിയേണ്ടത് പെങ്ങളല്ല ഭാര്യയാണ്. ഭാര്യ അറിഞ്ഞിട്ടേ പെങ്ങളറിയാൻ പാടുള്ളൂ. ഭാര്യയ്ക്കൊരു ചെറിയ തകർച്ചയോ നൊമ്പരം വന്നാൽ ആദ്യം അറിയേണ്ടത് ആങ്ങളെയും അവിടെ അമ്മയുമല്ല, പിന്നെയോ അറിയേണ്ടത് ഭർത്താവാണ്. ആ സ്റ്റേജിലേക്ക് ദമ്പതികൾ വളരണം. സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന കുടുംബം. ചില പെണ്ണുങ്ങളെ കാണാം, കെട്ടിച്ചു വിട്ടാൽ എന്നും ഭർത്താവിൻ്റെ വീട്ടിലല്ല അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും, ഫോണിൽ അപ്പനെ വിളിച്ചുകൊണ്ടിരിക്കും, ആങ്ങളമാരെ വിളിച്ചുകൊണ്ടിരിക്കും. ഭാര്യാപദത്തിന് യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീയാണ് അവൾ. മാതാപിതാക്കളെ വിട്ടില്ല. ഭർത്താവിൻ്റെ വീട് ലോഡ്ജാണ്, ഹോട്ടലാണ്, ഹോസ്റ്റലാണ്. അങ്ങനെ കാണുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. ചില പെണ്ണുങ്ങളുടെ അമ്മമാരുമുണ്ട് കുടുംബം നശിപ്പിക്കുന്നവർ. എപ്പോഴും ഫോൺ വിളിച്ച് വിശേഷം അന്വേഷിച്ച് ശല്യം ചെയ്ത് പുറകെ നടക്കുന്ന അമ്മമാർ. ചില കുടുംബം അങ്ങനെയുണ്ട്. ഒരു അമ്മായിയമ്മ എന്നും പരാതിക്കാരിയാണ്. 3 പെമ്മക്കളുണ്ട്. ഈ 3 പെങ്ങളെയും മിടുകരാമ്പിള്ളാരാണ് കെട്ടിയത്. പക്ഷേ ഈ തള്ള ഇവർക്കൊരു ശല്യമാണ്. പെമ്മക്കറിയാം, മരുമക്കൾക്ക് ശരിക്കും അറിയാം. അമ്മയോ 1 വർഷം കഴിഞ്ഞപ്പോൾ 3 മരുമക്കൾക്കും സ്നേഹമുണ്ടോയെന്ന് പരീക്ഷിക്കാൻ ഒരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു.
പറമ്പിലെ കുളത്തിൻ്റെ തീരത്തുകൂടി നടന്നു പോകുമ്പം അമ്മ കാല് തെറ്റി വെള്ളത്തിലേക്ക് വീണു. സത്യം പറഞ്ഞാൽ മുങ്ങിപ്പോയി. മൂത്ത മകളുടെ കെട്ടിയവൻ എടുത്തു ചാടി വെള്ളം കുടിച്ച് അമ്മ വലിച്ചു കയറ്റി കരക്കിട്ട് പുറം കൊട്ടി വെള്ളമെല്ലാം ഛർദ്ദിപ്പിച്ച് നേരെ ആയുസിലേക്ക് കൊണ്ടുവന്നു. അമ്മ അവന് ഒരു നല്ല മെഴ്സിഡസ് കാർ സമ്മാനമായി ഈ അമ്മായിയമ്മ മേടിച്ചു കൊടുത്തു. ഏതാനും മാസം കഴിഞ്ഞ് വീണ്ടും 3 മക്കളെ കൂടെ നടന്നു പോകുമ്പോൾ അമ്മ ഒന്നുകൂടെ കാര്യം തെറ്റ് ഇതേ കുളത്തിൽ വീണു. രണ്ടാമത്തെ മകളെ കുട്ടീനെടുത്തു. മെഴ്സിഡസ് കാർ കൊടുത്ത അമ്മയല്ലേ, എന്തേലും കിട്ടും. അവനും ചാടി ഇറങ്ങി തള്ളയെ വലിച്ചു കയറ്റി കരയ്ക്ക് കൊണ്ടുവന്നിട്ട് പുറമെല്ലാം കൊട്ടി കൊടുത്തു. തള്ള വെള്ളമൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞു, ജീവനിലേക്ക് തിരിച്ചു വന്നു. അമ്മ അവന് നല്ല ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ മോട്ടോർ ബൈക്ക് മേടിച്ചു കൊടുത്തു. അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല അത്. മൂത്തവന് കാറ്, എനിക്കൊരു മോട്ടോർ സൈക്കിൾ. 4-5 മാസം കഴിഞ്ഞു വീണ്ടും ഇങ്ങനെ നടക്കുമ്പോൾ അമ്മ വീണ്ടും അഭിനയിച്ച് കാല് തെറ്റി വെള്ളത്തിലേക്ക് വീഴുന്ന പോലെ വീണു, മുങ്ങിപ്പോയി. ഇളയവൻ പേടിത്തൊണ്ടനാണ്. അവൻ ഓർത്തു, മൂത്തവന് മെഴ്സിഡസ്, രണ്ടാമത്തവന് മോട്ടോർ ബൈക്ക്, എനിക്ക് സൈക്കിളായിരിക്കും കിട്ടുന്നത്, ഞാൻ ചാടിച്ചെത്താലോ. അവൻ ജീവനോട് ഒറ്റ ഓട്ടം. അമ്മ വെള്ളം കുടിച്ച് മരിച്ചുപോയി. ഒരാഴ്ച കഴിഞ്ഞ് രാവിലെ വരുമ്പോൾ മുറ്റത്ത് നല്ല ഒരു ഇൻഡിക്ക കാർ, അതിന് മുമ്പിൽ ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇവൻ്റെ ഭാര്യയുടെ അപ്പൻ്റെ കുറിപ്പാണ്. മോനെ, എന്നെ രക്ഷിച്ചതിന് എൻ്റെ സമ്മാനം എന്നും പറഞ്ഞ് അമ്മായിയപ്പൻ ഈ കാറും കൊടുത്തിട്ട് പോയി. ചില തള്ളമാരിങ്ങനെയുണ്ട്, ശല്യമായ ഭാരമായ അമ്മമാർ, മക്കളുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടുന്നവർ. ഇവിടെയാണ് ഈ മക്കൾക്ക് സുഖദുഃഖം ഭർത്താവിനോട് പറയാൻ പെണ്ണിന് തോന്നിയല്ല. ചില പെങ്ങന്മാരുമുണ്ട്, ആങ്ങളമാർക്കൊപ്പം നിഴല് പോലെ. അവരുടെ ഇടപെടൽ കാരണം ആണുങ്ങൾക്കാണേലും ഭാര്യയേക്കാൾ ഇഷ്ടം പെങ്ങളോടാണ്. മോശമായിട്ട് പറയുന്നതല്ല, അവളോടൊന്നും പറയാൻ തോന്നിയല്ല. അതുകൊണ്ടാണ് വിവാഹം കഴിയുമ്പോൾ മാതാപിതാക്കളെ വിട്ടുപോകണം. സഹോദരിയെ വിടണം, സഹോദരനെ വിടണം, അപ്പനെയും അമ്മയും വിടണം, ആണാണേലും പെണ്ണാണേലും. എന്നിട്ട് ചെറുതും വലുതുമായ സ്വകാര്യ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഭാര്യയോട് പറയണം, ഭർത്താവിനോട് പറയണം. ആ സ്റ്റേജിലേക്ക് വളരണം. ഇത് 3ാമത്തെ സ്റ്റേജ്, സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന സ്റ്റേജ്. 4ാമത് ഒരു സ്റ്റേജിലേക്ക് വളരുകയാണ്. അത് ദാമ്പത്യത്തിൻ്റെ വലിയ വളർച്ചയാണ്. അതിന് പറയുന്ന വാക്കാണ് സ്വന്തം തകർച്ചകൾ ഏറ്റുപറയുന്ന ദാമ്പത്യം. തകർച്ചകൾ ഏറ്റുപറയുന്ന ദാമ്പത്യം. എന്താണ് തകർച്ചകൾ ഏറ്റുപറയുക? ജീവിതത്തിൽ വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ അത് തുറന്ന് ഭാര്യയോട് പറയുക, അത് തുറന്ന് ഭർത്താവിനോട് പറയുക. വിവാഹത്തിന് ശേഷം സ്വകാര്യ ജീവിതത്തിൽ എന്തേലും പാളിച്ച പറ്റിയെങ്കിൽ അത് തുറന്ന് പറയുക ഭർത്താവിനോട്, ഭാര്യയോട്. എന്തു പറയുമ്പോഴും ഓർത്തോണം, ദൈവം തന്നൊരു സമ്മാനമുണ്ട്, വിവേകം. അതില്ലാതൊരിക്കലും പറഞ്ഞേക്കൽ. ഒരു കാര്യം പറഞ്ഞാൽ അതെൻ്റെ കുടുംബജീവിതത്തിന് തകർച്ചയാകുമെങ്കിൽ ഒരിക്കലും അത് ഭർത്താവിനോട് പറയരുത്. ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ദാമ്പത്യത്തിൽ തടസ്സമാണോ, അത് ഭാര്യയോട് പറയരുത്. കാരണം വിവേകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉള്ളു തുറന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ തകർച്ചയ്ക്ക് കാരണമാവുമെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ്. ചെറിയ കുറവിനേക്കാൾ നല്ലത് വലിയ തകർച്ചകൾ വരാതിരിക്കുന്നതാണ്. ഈ ഒരു സ്റ്റേജിലേക്കുള്ള വളർച്ച 4ാമത്തെ സ്റ്റേജ്. തകർച്ചകൾ ഏറ്റുപറയുന്ന ഒരു കുടുംബാന്തരീക്ഷം. അത് മനസ്സിലാക്കണം. സംശയരോഗമുള്ള ഭർത്താവാണോ എന്ന് കുറേ നാൾ ജീവിക്കുമ്പം ഭാര്യ മനസ്സിലാക്കണം. സംശയരോഗമുള്ള ഭർത്താവാണോ എന്ന് ഭാര്യ മനസ്സിലാക്കണം. ഭാര്യയാണോ എന്ന് ഭർത്താവ് മനസ്സിലാക്കണം. അതിന് ശേഷമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാവൂ. ഇല്ലെങ്കിൽ ചില രഹസ്യങ്ങൾ നിങ്ങൾക്കൊപ്പം മരിച്ചു പോട്ടെ. ചില സംഭവങ്ങൾ ഭർത്താവിനോടൊപ്പം തന്നെ മരിച്ചു പോകണം. ചില സംഭവങ്ങൾ ഭാര്യയ്ക്കൊപ്പം മരിച്ചു പോകണം. അത് ലോകത്ത് ആരോടും നമ്മൾ പങ്കുവെക്കാൻ പാടില്ല. ശരിക്കും മനസ്സിലാക്കുന്ന ഭർത്താവും മനസ്സിലാക്കുന്ന ഭാര്യയാണോ, അവിടെയാണ് നമ്മുടെ തകർച്ചകൾ ഏറ്റുപറയുക. എനിക്കിങ്ങനെ പറ്റിപ്പോയി, അത് പറയുമ്പോൾ ആശ്വാസമാണ്. ഭാര്യ പറയുന്നു എനിക്കിങ്ങനെ സംഭവിച്ചു, അത് പറയുമ്പോൾ ആശ്വാസമാണ്. ഇതാണ് കുടുംബത്തിൻ്റെ 4ാമതൊരു സ്റ്റേജ്, തകർച്ചകൾ ഏറ്റുപറയുന്ന കുടുംബജീവിതം. 5ാമത് മനോഹരമായൊരു സ്റ്റേജുണ്ട്. ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ 5th സ്റ്റേജ്, 5ാമത്തെ സ്റ്റെപ്പ്. അവിടെ സംസാരം വളരെ കുറവാണ്. ചെറിയ ചലനം പോലും എന്താണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവും, ഭർത്താവിന് മനസ്സിലാവും.
ഭർത്താവ് ഒന്ന് നോക്കിയാൽ മതി ഭാര്യയ്ക്ക് മനസ്സിലാവും, ഭാര്യ ഒന്ന് നോക്കിയാൽ മതി ഭർത്താവിന് മനസ്സിലാവും. കുറേ നാൾ ഒരുമിച്ച് ജീവിക്കുമ്പം പിന്നെ അധികം വർത്തമാനം പറച്ചിൽ വേണ്ട, ഒരു നോട്ടം മതി കാര്യങ്ങൾ പഠിക്കാൻ. ചെറിയ ഒരു നോട്ടം മതി. 3 വർഷം ഒരുമിച്ച് ജീവിച്ച പത്രോസിനെ ക്രിസ്തു ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പത്രോസിന് കാര്യം മനസ്സിലായി. അവൻ ഉള്ളുരുകി കരഞ്ഞു എന്നാണ് പറയുക. മുഖം നോക്കി മനസ്സ് വായിക്കുന്ന കുടുംബം, ഇതാണ് 5ാമതൊരു സ്റ്റേജ്. മുഖം നോക്കി മനസ്സ് വായിക്കണം. ഭാര്യയുടെ മുഖം വാടിയാൽ ഭർത്താവിനറിയാം മനസ്സിലെന്തോ മുറിവുണ്ട്. എന്നാ പറ്റി മോളെ, മനസ്സിലെന്താ ഭാരം? മുഖം നോക്കി മനസ്സ് വായിക്കുന്ന ഭർത്താവ്. ഭർത്താവിൻ്റെ മുഖമൊന്ന് വാടിയോ ഭാര്യയ്ക്കറിയാം മനസ്സിലെന്തോ ഭാരമുണ്ട്. ആ മുഖം നോക്കി ഭർത്താവിൻ്റെ മനസ്സ് വായിക്കുന്ന ഭാര്യ, എന്നാ മനുഷ്യർ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു, എന്നാ പറ്റി, മുഖത്തൊരു വാട്ടം, മുഖത്തൊരു ഭാരം. ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു തിരിച്ചറിവ് ഈ ഒരു സ്റ്റേജിലേക്ക് ദാമ്പത്യത്തിൽ ദമ്പതികൾ വളരേണ്ടതായിട്ടുണ്ട്. 5ാമത്തെ സ്റ്റേജ്. ആ സ്റ്റേജിലാണ് വീട് സ്വർഗമായിട്ട് മാറുക. ആ സ്റ്റേജിലാണ് കുടുംബം ഭൂമിയിലെ സ്വർഗമായിട്ട് മാറുക. ഈ 5 സ്റ്റേജുകളിൽ ഏത് സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് ഒരു സ്വയപരിശോധന ഓരോരുത്തരും നടത്തുക. വെറും നാട്ടുവർത്തമാനത്തിൻ്റെ കുടുംബമാണോ വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ടും, അതോ വെറുതെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു സ്റ്റേജേ ആയുള്ളൂ 5 വർഷമായിട്ടും? സുഖദുഃഖങ്ങൾ പങ്കുവെക്കാൻ 10 വർഷമായിട്ടും കഴിയുന്നില്ലേ? തകർച്ചകൾ ഏറ്റുപറയാനുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം ഇനിയും കിട്ടാത്ത കുടുംബമാണോ എൻ്റെ കുടുംബം? മുഖം നോക്കി എൻ്റെ ഭാര്യയുടെ മനസ്സ് വായിക്കാൻ, എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ആ സ്റ്റേജിലേക്ക് കുടുംബ ബന്ധങ്ങൾ വളരണം. ദൈവം നമുക്ക് ഒരു വീട് തരുമ്പോൾ ആ വീടിനെ നമുക്ക് സ്വർഗമാക്കാം, നരകമാക്കാം. അതുകൊണ്ടാണ് പറയുക, ഓരോ വീടും ബാബേൽ ഗോപുരമാക്കാം, ഒപ്പം സിയോൻ മാളികയാക്കാം. നരകവുമാക്കാം, സ്വർഗവുമാക്കാം. ക്ഷിപ്രകോപം, എടുത്തിയാട്ടം, തെറിക്കുത്തരം, മുറിപ്പത്തൽ എന്ന സംസാര ശൈലി, പരാതി, ആവലാതി, ഇതെല്ലാം വരുമ്പോൾ വീട് നരകമാകും. വീട് നരകമാകും. ഒരുപാട് ശല്യം ചെയ്യുന്ന, വർത്തമാനം പറയുന്ന ഭാര്യയാണ്, വീട് നരകമാകും. പെട്ടെന്ന് കോപിക്കുന്ന ഭർത്താവാണ്, വീട് നരകമാകും. ഭർത്താവും ഭാര്യയും കൂടി മോട്ടോർ സൈക്കിളിൽ യാത്ര. ഒരു ജംഗ്ഷനിൽ ചെന്ന് ഭർത്താവ് മോട്ടോർ സൈക്കിൾ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ഭാര്യ ഭർത്താവിൻ്റെ പുറത്തേക്ക് ചുണ്ടും മൂക്ക് പിടിച്ച് ഒന്ന് പതിച്ചു. മേൽചുണ്ട് പൊട്ടിപ്പോയി. 2 മുറിവുകൾ, രക്തമെടുക്കാൻ തുടങ്ങി. ഭർത്താവ് മോട്ടോർ സൈക്കിളിൽ ഭാര്യയായിട്ട് ആശുപത്രിച്ചു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, 2 മുറിവ്, 2 കുത്തിക്കെട്ട് വേണം. ഒരു കുത്തിക്കെട്ടിന് 50 രൂപ, 2 കുത്തിക്കെട്ടിന് 100 രൂപ. നേഴ്സിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഭർത്താവ് പറഞ്ഞു ഡോക്ടറോട്, ഡോക്ടർ 200 രൂപ തരാം, അവളുടെ കീഴത്തെ ചുണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഒന്ന് കുത്തിക്കെട്ടിത്തരാമോ? സംസാരം സഹിക്കാൻ പറ്റാത്ത ഭർത്താവ്. ആ വീട് ഒരു നരകമാണ്, ബാബേൽ ഗോപുരമാണ്. ഭാഷ ചെതറിപ്പോകുന്ന ബാബേൽ ഗോപുരങ്ങൾ. ചില കുടുംബങ്ങൾ ബാബേൽ ഗോപുരങ്ങളാണ്. ഉൽപ്പത്തി 11 കാണാം ബാബേൽ ഗോപുരം. ഭാഷ ചെതറിപ്പോയി. സിമൻറ്റ് ചോദിക്കുമ്പം മണൽ, മണൽ ചോദിക്കുമ്പം കമ്പി, കമ്പി ചോദിക്കുമ്പോൾ വെള്ളം, വെള്ളം ചോദിക്കുമ്പോൾ വീണ്ടും പൊടി. ഭാഷ ചെതറുന്ന കുടുംബം, അത് ബാബേൽ ഗോപുരമാണ്. ഭർത്താവ് എന്തു പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത ഭാര്യ, ഭാര്യ എന്തു പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത ഭർത്താവ്, മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും മനസ്സിലാക്കാത്ത മക്കൾ, മക്കൾ എന്തു പറഞ്ഞാലും മനസ്സിലാക്കാത്ത മാതാപിതാക്കൾ. ആ വീട് ബാബേൽ ഗോപുരമാണ്. ഭാഷ ചെതറിപ്പോയ ബാബേൽ ഗോപുരം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സിയോൻ മാളിക. സിയോൻ മാളികയിൽ പല ഭാഷകൾ പറയുന്നവർ ഒരുമിച്ച് കൂടി. പക്ഷേ ഒരേ ഭാഷയിൽ മനസ്സിലായി, ഒരേ ഭാഷയിൽ മനസ്സിലായി. അതാണ് സിയോൻ മാളിക. 80 വയസ്സുള്ള അപ്പനും അമ്മയും പറയുന്നത് 50കാരൻ മകന് സന്തോഷത്തോടെ സ്വീകരിക്കണം. 75കാരി അമ്മായിമ്മ പറഞ്ഞത്
35കാരി മരുമകൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. 50 വയസ്സുള്ള മാതാപിതാക്കൾ പറഞ്ഞത് 20 വയസ്സുള്ള യുവതി യുവാക്കളായ മക്കൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. മക്കൾ പറയുന്ന ചെറുതും വലുതുമായ നിർദ്ദേശങ്ങൾ മാതാപിതാക്കൾ സ്വീകരിക്കണം. ആ വീടാണ് സിയോൻ മാളിക. വീട് ബാബേൽ ഗോപുരമാണോ അതോ സിയോൻ മാളികയാണ്? തിരുത്താൻ ദൈവം വിളിക്കുന്നു. കുടുംബചിന്തകൾ നമ്മൾ ശ്രമിക്കുമ്പോൾ കുറവുകളെ പരിഹരിക്കുന്ന ദൈവകരങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുവാനും ജീവിതത്തിൻ്റെ തെറ്റുകളെ തിരുത്തുവാനും അത് തിരുത്തി നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു വരുവാനും ദൈവം നമ്മളെ വിളിക്കുന്നു. എപ്പോൾ നമ്മൾ വിളിക്കും, വീട് ഒരു കാനാൻ ദേശമായിരിക്കണം. വീട് ഒരു കാനാൻ ദേശമാണ്. കാനാൻ ദേശത്ത് 2 അനുഭവങ്ങൾ. 1 പാല്, 2 തേന്. പാലും തേനുമുള്ള കാനാൻ ദേശം. പാല് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിന് അത്യാവശ്യമായി ഞാൻ സ്വീകരിക്കുന്നതാണ് പാല്. സ്വന്തമായൊരു വീട്, ഉടുക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് മരുന്ന്, ഇതൊക്കെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇതാണ് പാലനുഭവം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഈ പാല് അനുഭവങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇന്ന് സമൃദ്ധിയേ ഉള്ളൂ, കുറവുകളൊന്നുമില്ല. എല്ലാ സമൃദ്ധിയുമുണ്ട്. പാലനുഭവത്തിന് വീഴ്ചകളില്ല, ഒരു പരിമിതിയുമില്ല. പക്ഷെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നത് തേൻ അനുഭവങ്ങളാണ്. എന്താണ് തേൻ? മുറിവുകളിൽ ആശ്വാസത്തിൻ്റെ തൈലം പുരട്ടുന്നതാണ് തേൻ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുത്തന് ഒരുത്തിയെ കൊടുത്തു ദൈവം, ഒരുത്തിക്ക് ഒരുത്തനെ കൊടുത്തു. അത് കുറുക്കി പറയല്ല, അല്പം നീട്ടി പരത്തി പറയേണ്ട വാക്കാണ്. ഒരു തേന് ഒരു തീയെ കൊടുത്തു, ഒരു തീക്ക് ഒരു തേനെ കൊടുത്തു. ഒരു തീക്ക് ഒരുത്തൻ, ഒരു തേന് ഒരുത്തി എന്നാണ് പറയുക. ഭർത്താവ് തീ പോലെ ചൂടാകുമ്പോൾ ഭാര്യ തേൻ പോലെ മയപ്പെടുത്തണം. ഭാര്യ തീ പോലെ ആളുമ്പോൾ ഭർത്താവ് തേൻ പോലെ സൂചിപ്പിക്കണം. ഒരുത്തൻ ഒരുത്തി, ഒരുത്തിക്ക് ഒരുത്തൻ. ദൈവം എന്ന ക്രമം ഇതാണ്. തേൻ അനുഭവങ്ങൾ കൊടുക്കുക. ഭാര്യയ്ക്ക് ഒരു മനപ്രയാസം ഉണ്ടാകുമ്പം, എടി ഞാനല്ലേ കൂടെയുള്ളത്, ധൈര്യമായിട്ട് ഇരിക്കടി എന്നും പറഞ്ഞ് അടുത്തിരുന്ന ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത് തേൻ അനുഭവമാണ്. ഭാര്യയ്ക്ക് കൊടുക്കുന്നത് തേൻ അനുഭവമാണ്. തേൻ അനുഭവം. അതുപോലെ ഭർത്താവിന് ജോലി സ്ഥലത്തൊരു ഭാരമുണ്ടായി, മനസ്സിലൊരു മുറിവുണ്ടായി. ഞാനല്ലേ ചേട്ടാ അവള്, ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഭാര്യ തേൻ അനുഭവമാണ്. മക്കളും മരുമക്കളും അമ്മയോട് വല്ലാതെ നൊമ്പരപ്പെടുത്തി കോപിച്ച് അമ്മ വേദനിച്ച് ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു, എടി നിനക്ക് ഞാനല്ലേ ഉള്ളത്, മരുമക്കൾ ഇന്നലെ വന്ന് കരുതല്ലേ, നമ്മളല്ലേ ആദ്യം മുതൽ കണ്ടത്, നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയുണ്ട്, അത് ധാരാളം മതിയടി എന്ന് പറയുമ്പോൾ ആ അനുഭവത്തിൻ്റെ പേര് തേൻ അനുഭവം. ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ തേൻ അനുഭവം കൊടുക്കാൻ പരാജയപ്പെട്ടവരാണോ അവരുടെ കുടുംബത്തിൽ പരാജയമുണ്ട്. ജീവിതത്തിൽ തേനും പാലും കൊടുക്കുക. നിലനിൽപ്പിലെ പാലനുഭവങ്ങളും സാന്ത്വനത്തിലെ തേനനുഭവങ്ങളും. അങ്ങനെയുള്ള കുടുംബമാണ് മാതൃകാ കുടുംബം. അങ്ങനെ ആകുവാൻ ദമ്പതികൾക്ക് കഴിയണം. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ദം ദാനം ചെയ്യുക, പത്യം ഒരുമിച്ച് സഹിക്കുക. ദമ്പതികൾ സ്വയം മറന്ന് ശരീരവും മനസ്സും സമ്പത്തും ദാനം ചെയ്യണം. ദൈവം നൽകുന്ന കുരിശ് ഒരുമിച്ച് സഹിക്കുകയും വേണം. ആദ്യ മാതാപിതാക്കൾ ശരീരവും മനസ്സും എല്ലാം സ്വയം മറന്ന് ദാനം ചെയ്തു. മൂത്തവനായ കായൻ ഇളയവനായ ആബേലിനെ കൊന്നപ്പോൾ ഒരുമിച്ച് കരഞ്ഞു. ഒന്നിച്ച് ചിരിക്കാനും ഒന്നിച്ച് കരയാനും ദൈവം ഒരുമിപ്പിച്ച ദാമ്പത്യം. അത് അതിൻ്റെ വിശുദ്ധിയിലും അതിന് നന്മയിലും ജീവിക്കുവാനും അങ്ങനെ നന്മയിൽ ജീവിച്ച് മുമ്പോട്ട് പോകാനും എല്ലാ ദമ്പതിമാർക്കും കഴിയട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഏദനിൽ ആദ്യ കുടുംബത്തെ സ്ഥാപിച്ചവനും കാനായിൽ ദാമ്പത്യത്തെ ആശീർവദിച്ചവനുമായ പിതാവായ ദൈവവും അവരുടെ ഏകജാതനായ ക്രിസ്തുവും നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ കൂട്ടായ്മയായി കുടുംബത്തെ സ്ഥാപിച്ച നല്ലവനായ കർത്താവേ, ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ.
ആശീർവദിക്കണമേ. കുടുംബ ബന്ധങ്ങളെ വിശദീകരിക്കണമേ. കുടുംബത്തിൻ്റെ ചൈതന്യത്തിൽ ഞങ്ങളെല്ലാം കരങ്ങൾ പിടിച്ച് നടത്തണമേ. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ കുടുംബസ്ഥരെയും കുടുംബജീവിതക്കാരെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചു കൊള്ളണമേ, ആശീർവദിച്ചു കൊള്ളണമേ. അങ്ങാകുന്ന മൂലകളിൽ അടിസ്ഥാനമിട്ട കുടുംബങ്ങൾ പണിയുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. തിരുക്കുടുംബത്തിൻ്റെ നടുവിൽ നിന്ന നായകനായ ക്രിസ്തുവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ദൈവപിതാവിന് മുമ്പിൽ നിരന്തരം പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ഓരോ അമ്മയുടെയും മാതൃകയായ പരിശുദ്ധ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നിൻ്റെ മകനോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.